ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് ധൈര്യത്തോടെ പറയുകയാണ്, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് യേശുക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാൽ ആകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് ഞാൻ പ്രത്യാശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ഉറച്ചു പറയാണ്. താൻ കിടക്കുന്നത് റോമൻ കാരാഗ്രഹത്തിലാണ്. എന്നാൽ ആ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലും തനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, യേശുവിനെക്കുറിച്ച് പറയണം, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തണം, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ 1-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലൊക്കെ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, താൻ കാരാഗ്രഹത്തിലായിരിക്കുന്നത്, താൻ ബന്ധനത്തിലായിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ വ്യാപ്തിക്ക് കാരണമായി തീർന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. 12-ാം വാക്യത്തിൽ വായിക്കുന്നു, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, കാരാഗ്രഹത്തിൻ്റെ അകത്ത് കിടന്നപ്പോഴും താൻ ദൈവത്തിനു വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ചങ്ങല ധരിച്ചിരിക്കുകയാണ്. എന്നാൽ തൻ്റെ കൈകൾക്ക് ചങ്ങലയുണ്ടെങ്കിലും താൻ ഹല്ലേലൂയ അനേക ലേഖനങ്ങൾ, കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയുന്ന 4 ലേഖനങ്ങൾ എഴുതുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസിനെ ദൈവം ക്രിസ്തു ശക്തീകരിച്ചു, യേശു കർത്താവ് ശക്തീകരിച്ചു, യേശു കർത്താവ് ബലപ്പെടുത്തി. എന്നിട്ട് പറയാണ്, ഞാൻ ഇവിടെ കിടക്കുന്നത് ആമേൻ ഹാലിൽ സുവിശേഷത്തിൻ്റെ ഹാലിൽ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ അതുകൊണ്ട് എൻ്റെ ബന്ധനത്തിൽ നിങ്ങൾ അധൈര്യപ്പെട്ട് പോകരുത്, നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കണമെന്ന് അവരെ ഉണർത്തി പറയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഹല്ലേലൂയ, യേശു കർത്താവ് ഹല്ലേലൂയ തന്നെ നിയമിച്ചാക്കിയതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശത്തിലേക്ക് ഏതവസ്ഥയുടെ നടുവിലായിരുന്നാലും താൻ സുവിശേഷം പറയുവാൻ തന്നാലാവോളം താൻ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. താൻ ആ കാരാഗ്രഹത്തിൻ്റെ നടുവിൽ കിടക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ പ്രചരണത്തിന് തടസ്സം നേരിട്ടു എന്ന് ഫിലിപ്പിയിലെ വിശ്വാസികൾ കരുതിയിരിക്കാം. എന്നാൽ അത് സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് കാരണമായി തീർന്നിരിക്കുകയാണെന്ന് പൗലോസ് അവരെ ധൈര്യപ്പെടുത്തിയാണ്, അവരെ ഉറപ്പിക്കുകയാണ്. പൗലോസിൻ്റെ ബന്ധനം തൻ്റെ ജീവിതത്തെ ആമേൻ ഹല്ലേലൂയ എഴുത്തിനെയോ ശുശ്രൂഷയോ പറയുന്നതിനോ ഒന്നും ബാധിച്ചില്ല. കാരണം നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നു, അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും അത് മനസ്സിലാക്കി എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാണെന്ന്. ആ വരുന്നവരോടും പോകുന്നവരോടുമെല്ലാം യേശു ക്രിസ്തുവിനെ കുറിച്ച് ആമേൻ തന്നാലാവോളം പറയുന്ന ഒരു അപ്പോസ്തലനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, തൻ്റെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വന്നിട്ടില്ല, തൻ്റെ പ്രതീക്ഷ ഒരിക്കലും അസ്തമിച്ചു പോയിട്ടില്ല. തനിക്കൊരു ഹല്ലേലൂയ വിശ്വാസമുണ്ട്, ക്രിസ്തുവിലുള്ള വിശ്വാസം. ഹല്ലേലൂയ, ആ വിശ്വാസത്തിന് ഒരിക്കലും മങ്ങലുഭം സംഭവിച്ചിട്ടില്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മെ ഇതൊരു വാക്കു പഠിപ്പിക്കുന്നുണ്ട്, നമ്മെ ഈ ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ്, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമാണെന്ന് പറഞ്ഞ് നാം ഇരിക്കുവാനുള്ളവരല്ല. ദൈവത്തിനു വേണ്ടി നമ്മാലാവോളം ഓടുവാൻ, നമ്മാലാവോളം പറയുവാൻ, നമ്മാലാവോളം പ്രവർത്തിക്കുവാൻ നാം തയ്യാറായി തീരുമ്പോൾ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. ഇവിടെ അപ്പോസ്തലൻ പറയാണ്, ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എങ്ങനെയാണെങ്കിലും എൻ്റെ ജീവിതം ക്രിസ്തു
ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ്. സ്തോത്രം. ആ കർത്താവിന് വേണ്ടി എൻ്റെ ജീവൻ വെച്ചു കൊടുക്കുവാൻ ഞാൻ തയ്യാറാണെന്നുള്ള ആ ബോധ്യത്തോടെയാണ് താൻ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എഫേസ്യ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 3-ാം അധ്യായത്തിൽ പറയുകയാണ്, അതു നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. ക്രിസ്തുവേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ജാതികളായ നിങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ കാരാഗ്രഹത്തിൻ്റെ നടുവിൽ കിടക്കുമ്പോഴും മറ്റുള്ളവരെ ഹാലേലുയ ധൈര്യപ്പെടുത്തിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ബന്ധനം ഹാലേലുയ അനുഭവിക്കുന്നതെന്ന്. യേശുവിൻ്റെ ബദ്ധനായിരിക്കുകയാണെന്നാണ്, ജാതികളായ നിങ്ങൾക്ക് വേണ്ടിയാണെന്ന്. സ്തോത്രം. ഹാലേലുയ. യേശു കർത്താവിൻ്റെ സാക്ഷിയായി തീർന്നതുകൊണ്ടാണ് ഞാൻ ഈ ബന്ധനത്തിലായിരിക്കുന്നതെന്ന് എഫേസ്യയിലെ അവിടുത്തെ ഹാലേലുയ ദൈവമക്കളോട് പറയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മെ ആക്കിയിരിക്കുന്നിടത്ത് ഏത് പ്രതികൂലമായിരുന്നാലും ഏത് പ്രതിസന്ധിയായിരുന്നാലും അതിൻ്റെ നടുവിൽ കർത്താവിനെ ഉയർത്തുവാൻ തയ്യാറായിത്തീർന്നാൽ അനേകരി സത്യസുവിശേഷം അറിയുവാൻ ഇടയായിത്തീരും. ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, 5-ാം അധ്യായം 5 പറയുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ആ ഹൃദയങ്ങൾ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രത്യാശ ഒരിക്കലും ചോർന്നു പോകത്തില്ല, അല്ലെങ്കിൽ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല, അതിന് മങ്ങലേൽക്കത്തില്ലെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയാണ്. സ്തോത്രം. ഹാലേലൂയ. നാം പ്രത്യാശ കൈവിടരുത്. നാം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. വിശ്വാസത്തിനെതിരായിട്ട് കടന്നു വരുന്ന ഏതെല്ലാം പ്രതിസന്ധികൾ കണ്ടാലും അതിൽ നിന്ന് നാം ഒരിക്കലും പിന്മാറിപ്പോകാതെ കർത്താവിനെ മുറുകെ പിടിക്കുവാനിടയായി തീരണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ ഭൂമിയിൽ കഷ്ടങ്ങളുണ്ട്, ഈ ഭൂമിയിൽ പ്രതികൂലങ്ങളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയ കഷ്ടങ്ങളുടെ ഒരു വലിയ പട്ടിക 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. താൻ കടന്നുപോയത് അനവധി കഷ്ടങ്ങളിലൂടെയാണ്, അനവധി പീഡനങ്ങളിലൂടെയാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിലൊന്നും തൻ്റെ പ്രത്യാശയ്ക്കോ തൻ്റെ ദൈവത്തോടുള്ള അടുപ്പത്തിനോ സുവിശേഷം പറയുന്നതിനോ ഒന്നിനും ഒരു തടസ്സം വന്നിട്ടില്ല. ഹാലേലുയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തോട് നാം അടുത്തിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം അടുത്തു ചെല്ലുവാൻ തയ്യാറായി തീർന്നാൽ ആ ദൈവം നമ്മുടെ അടുക്കലേക്കും അടുത്തു വരുവാനായിട്ട് ഇടയായിത്തീരും. പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 4:16 പറയാണ്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്രേ വേണ്ടത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുവാൻ നാം ഒരിക്കലും ഹാലേലുയ ലജ്ജിച്ചു പോകരുത്. ക്രിസ്ത്യാനിയായിട്ട് അടികൊള്ളണമെന്ന് വെച്ചാൽ അടികൊള്ളുവാൻ തയ്യാറായി തീരണം. മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമായി നാം ഏറ്റെടുക്കുവാൻ ഇടയായി തീരണം. എങ്കിൽ നാം ലജ്ജിച്ചു പോകത്തില്ല. നാം നോക്കുന്നത് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് മാത്രമാണ്, ഈ ലോകത്തിലെ യാതൊരു വ്യക്തിയുടെ മുഖത്തേക്കുമല്ല നാം നോക്കുന്നത്. എങ്കിൽ നാം നോക്കുന്നത് ക്രിസ്തുവിനെയാണ്. ഹാലേലുയ. ആ ദൈവം നമ്മെ ഒരിക്കലും ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 20 പറയുകയാണ്, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴെങ്കിലും എപ്പോഴായാലും ഏതവസ്ഥയുടെ നടുവിലായിരുന്നാലും ദൈവനാമത്തിന് നാം മഹത്വം കൊടുക്കുവാൻ തയ്യാറായി തീരണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യെശയ്യാ പ്രവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 54-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഭ്രമിച്ചും നോക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പറയുന്നത് ഇങ്ങനെയാണ്, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. നിൻ്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. ഹാലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മെ ഒരു സ്ഥാനത്ത് നിർത്തുമ്പോൾ, ദൈവം നമുക്ക് ഹാലേലൂയ ഒരു ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ആ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം മുൻപോട്ടുള്ള ഭാവിയോർത്ത് കരയുവാനല്ല, ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവസാനം
അവസാനം വരെ നിർത്തുവാൻ ശക്തനാണ്. അവൻ എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. ഞാൻ കുലുങ്ങിപ്പോകുകയില്ല, ഞാൻ ക്ഷീണിച്ചു പോകുകയില്ല, ഞാൻ തളർന്നു പോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ തക്കവണ്ണം നാം തയ്യാറായി തീർന്നാൽ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ പറ്റും. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് ഉറപ്പോടെ പറയുവാനായിട്ട് കഴിയും. കഷ്ടതയെ അതിജീവിക്കുന്ന ഒരു സന്തോഷവും വിശ്വാസവും പ്രത്യാശയുമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 23 പറയുകയാണ്, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മെ വിളിച്ച ഒരു ദൈവമുണ്ട്, നമ്മെ വേർതിരിച്ച ഒരു ദൈവമുണ്ട്, നമ്മെ വിലയ്ക്ക് വാങ്ങിയ ഒരു ദൈവമുണ്ട്, നമുക്ക് ഹാലേലൂയ നിത്യജീവൻ തന്നെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം ഒന്ന് അടുത്ത് ചെല്ലുവാൻ തയ്യാറായി തീർന്നാൽ ഹാലേലൂയ, അവൻ വിളിച്ചവനാണെങ്കിൽ അവൻ വിശ്വസ്തനാണ്. നമ്മെ വിളിച്ചു വേർതിരിച്ച ദൈവം വിശ്വസ്തൻ തന്നെയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അതുകൊണ്ട് നാം ഒന്നിലും തളർന്നു പോകരുത്. നാം പൂർണ്ണ ധൈര്യം പ്രാപിക്കുവാനിടയായി തീരണം, പൂർണ്ണ പ്രത്യാശ പ്രാപിക്കുവാനിടയായി തീരണം. അപ്പോസ്തലനായ പൗലോസിനെ പോലെ കഷ്ടതയുടെ നടുവിലും പട്ടിണിയുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ നടുവിലും ഹല്ലേലൂയ ആ കാരാഗ്രഹത്തിൻ്റെ നടുവിലായിരിക്കുമ്പോഴും ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ഭക്തനെയാണ് നാം ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, കർത്താവിന് വേണ്ടി ഓടാം, കർത്താവിന് വേണ്ടി നിൽക്കാം. പൂർണ്ണ ധൈര്യത്തോടെ പൂർണ്ണ പ്രത്യാശയോടെ നമുക്ക് നിൽക്കാം. ആ ദൈവം നമ്മെ വിളിച്ച ദൈവമാണ്, വിശ്വസ്തനാണ്. അവൻ അവസാനം വരെ നമ്മെ കാക്കുവാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹാലേലൂയ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വയനായ നല്ല പിതാവേ, കേൾപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനത്തിൻ്റെ ഹാലേലൂയ കർത്താവേ, മർമ്മങ്ങളെ ഓരോ മക്കൾക്കും വെളിപ്പെടുത്തി കൊടുക്കണമേ കർത്താവേ. ദൈവസന്നിധി താഴുവാനും വിനയപ്പെടുവാനും ഒക്കെ ഇടയാക്കണേ. ദൈവനാമം മാത്രം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.